ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്താലും ഫസ്റ്റ് സംഖ്യ മാത്രമോ സെക്കൻഡ് കൂടെ ചേർത്ത് പരിഗണിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുത്താൽ ഇപ്പോൾ സെക്കൻഡ് കൂടെ ചേർത്ത് പരിഗണിച്ചാൽ 0 തവണ അതിൻ്റെ ചെയ്താൽ 0 കിട്ടും. ഓക്കെ, കുറച്ച സംഖ്യയും അപ്പോൾ അടുത്ത് നമ്മൾ താത്തിറക്കണം. നമ്മുടെ പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഓരോ പൂജ്യങ്ങളും ഇറക്കാം. അപ്പോൾ ഇങ്ങനെ പൂജ്യം പോയിക്കൊണ്ടിരിക്കും. പോയിന്റ് ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് പൂജ്യം ഇറക്കാം. ഓക്കെ, 250 390 270 കുറച്ച സംഖ്യയും അടുത്ത സംഖ്യ താത്തിറക്കാം. അടുത്ത സംഖ്യ ഈ പൂജ്യമാണ്. അപ്പോൾ എത്ര? 190 10. അടുത്ത പൂജ്യം നമുക്ക് 190 90 10. വീണ്ടും അടുത്ത പൂജ്യം കൊടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ഇത് റിക്കറിങ് 0.31 നമുക്കൊരു ബാർ കൊടുക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. 3/110 9/308 7/25. ഈ ഒരു ഓർഡർ കറക്റ്റ് ആണോ ഇല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഈ ഓർഡർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കിയിട്ട് ചെയ്യാം. ഇറ്റ്സ് എ ട്രിക്ക്. അതൊരു നോർമൽ മെത്തേഡാണ്. ഓക്കെ, അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം ആരെ സൂചിപ്പിക്കുന്നതാണ്? ഈ നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും 3 × 308 924 എന്ന് കിട്ടും. ഇവരെ തമ്മിൽ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ചെയ്യുക. അതുപോലെ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ചെയ്യുക. ഇപ്പോൾ ഇതുവരെ ചെയ്യുക. അപ്പോൾ ഇവിടെ തമ്മിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ ഇവിടുത്തെ സംഖ്യയാണ്. സോ 990. അപ്പം 990 വലുത് 24, 990 വലുത് 924 ചെറുത്. കറക്റ്റ് ഓർഡർ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് എ കറക്റ്റ് ഫോർമാറ്റ്. സോ ഈ ഒരു ഓർഡർ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് നോക്കാം. ഈ സംഖ്യ ഇവർ തമ്മിൽ നോക്കിയതാണ്. ഇനി നമുക്ക് ഇവർ തമ്മിൽ നോക്കണം. ഇവർ തമ്മിൽ നോക്കാൻ വേണ്ടി സിമിലർ പ്രോസസ്. ഇയാളുടെ ഡിനോമിനേറ്റർ ഇൻറ്റു ഈ ന്യൂമറേറ്റർ 99225 × 9 225 9 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2035. ഞാൻ പറഞ്ഞല്ലോ, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഏത് സംഖ്യയാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഖ്യ ആയിരിക്കും അത് നോട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് ഈ സംഖ്യയാണ്. അതുപോലെ ഇങ്ങനെ ചെയ്യാൻ ഈ സംഖ്യയായിരുന്നു. സോ 308 × 7 2156 എന്ന് വരും. സോ 2156 അല്ലേ വരുന്നത്. സോ അവിടോട്ട് തന്നെ ലൈവ തുറന്ന് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. സോ ദാറ്റ് ഈ മൊത്തത്തിലുള്ള ഓർഡറും ട്രൂ. റിക്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിക്കറിങ് എന്ന് പറയുന്നത്. റിക്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിക്കറിങ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ നോക്കൂ, 0.3333 സംഖ്യ അല്ലെങ്കിൽ 2.3333 2.33 നമുക്ക് എഴുതാം 2 + 0.3333 എന്ന് എഴുതി കൂടെ. സോ ഇങ്ങനെ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ് റിക്കറിങ്. റിക്കറിങ് സംഖ്യകളെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. സോ റിക്കറിങ് സംഖ്യ നമുക്കിപ്പോൾ തന്നിരിക്കുകയാണ്. ഇപ്പം 2.333 തന്നിരിക്കുകയാണ്. ഇത് തന്നെ എടുക്കാം. 2.33 തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2 + 0.3333 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ തന്നിരുന്നാൽ ഇതിനർത്ഥം 3 റിപ്പീറ്റ് അടിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഒരു ബാർ പോലെ തന്നിരിക്കുക, 3 റിപ്പീറ്റ് അടിച്ച് പോയിരിക്കുകയാണ്. സോ ഇതിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതി ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫ്രാക്ഷനായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ആ നമ്പർ അതുപോലെ എഴുതുക. റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന 3 എന്ന് പറഞ്ഞ ഒരു സംഖ്യ മാത്രം റിപ്പീറ്റ് ചെയ്തു. സോ ഒരു തവണ 9. സോ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും 21/9. സോ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരു സംഖ്യ നമ്മുടെ തന്നാലും ആ റിപ്പീറ്റ് അല്ലെങ്കിൽ ആ സംഖ്യ എഴുതുക. എത്ര സംഖ്യകൾ റിപ്പീറ്റ് ആകും അതിന് എന്ത് ചെയ്യാം? അത്രയും തവണ 9 കൊടുക്കാം. ഓക്കെ, ഇനി ഇംപ്രോപ്പർ റിക്കറിംഗ് ഉണ്ട്. ഇപ്പോൾ ഇപ്പം 0.1888888 ഇവിടെ എന്താ 8 റിപ്പീറ്റ്. നമുക്ക് ഇങ്ങനെ എഴുതാം 0.18 ബാർ. അല്ലെങ്കിൽ വേറെ സംഖ്യ പറയാം 0.214363636. അപ്പോൾ ഇവിടെ എന്താ 0.214 3 6 36 ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നമുക്കറിയാലോ, നേരത്തെ നമുക്ക് ഒരു ആക്ച്വൽ സംഖ്യ പ്ലസ് ഇത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെയാണ്. ഒരു മെയിൻ സംഖ്യ ഉണ്ടെങ്കിൽ അവരെ മാറ്റുക, എന്നിട്ട് ഇതുപോലെ എഴുതുക. സോ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഇത് തന്നെ എടുക്കണം. ഇവിടെ ഇപ്പോൾ 2 ഉണ്ടെങ്കിൽ നമ്മൾ 2 + ഇതെന്ന് എഴുതും. ഓക്കെ, 2.2143636 എന്നുള്ള സംഖ്യ അതിങ്ങനെ എഴുതും 2.21436. ഈ സംഖ്യ എഴുതും 2 + 0.21436 എഴുതാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. 0.21436 എങ്ങനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ആ സംഖ്യ നമ്മൾ സാധാരണ ഇവിടെ കഴിഞ്ഞാൽ സംഖ്യ അതുപോലെ അല്ലെങ്കിൽ തന്നിട്ട് 03 അല്ലെങ്കിൽ 3 ആ സംഖ്യ. ഓക്കെ, ഇവിടെ നമ്മൾ അതുപോലെ സംഖ്യ എത്ര 21436. ഓക്കെ, ആ ബാറോട് കൂടിയ സംഖ്യ അതുപോലെ എടുത്തത് മൈനസ് ആ നമ്പർ മൈനസ് നോൺ റിക്കറിംഗ് ഡിജിറ്റ്. അത് നോൺ റിക്കറിംഗ് ഡിജിറ്റ് ചെയ്താൽ 214 അതാണ് റിക്കർ ചെയ്യാതിരിക്കുന്ന ഡിജിറ്റ്സ്. നോൺ റിക്കറിംഗ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ നോൺ റിക്കറിംഗ് ഡിജിറ്റ് കൊണ്ടുണ്ടാകുന്ന നമ്പർ. ഡിജിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന നമ്പർ. ഓക്കെ, ബൈ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ 9 കൊടുത്ത് എന്താ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ എത്ര ഉണ്ടോ അത്രയും 9. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ എത്ര ഉണ്ടോ
അത്രയും 9. റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ 2. സോ 2 9. തീർന്നോ? ഇല്ല. റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യകൾ എത്ര ഉണ്ടോ അത്രയും റിപ്പീറ്റ് ചെയ്യാത്ത എത്ര സംഖ്യയുണ്ട് അതിന് തുല്യമായി 0. ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ നമുക്ക് ഇത് 3 റിപ്പീറ്റ് ചെയ്യാത്ത. സോ 0 0 0 ഇറ്റ് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം വരും.